നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കുറെ നാളുകളായിട്ട് നമ്മൾ ഒക്ടോബർ 15 വരും എന്ന് പറഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ മിക്കവരും അയച്ചു കഴിഞ്ഞ് കാണും. ഓൾറെഡി അപ്ലൈ ചെയ്തവര് നല്ല കാര്യം, നമ്മൾ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കരുത്. ഇന്ന് തൊട്ട് ഏകദേശം ഒരു 19-ാം തീയതി വരെ, അടുത്ത മാസം 19-ാം തീയതി വരെ നമുക്ക് ഇത് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു പോസ്റ്റിനെ പറ്റിയിട്ട് കുറച്ചേറെ പേർക്ക് നന്നായിട്ട് അറിയാം, കുറച്ചേറെ പേർക്കൊന്നും അറിയില്ല. അപ്പൊ എല്ലാവർക്കും ആയിട്ട്, അറിയാൻ വയ്യാത്തവർക്കും അറിയാവുന്നവർക്കുമായിട്ട് കോമൺ ആയിട്ട് പറയാം. 2 കാറ്റഗറികളിലാണ് PSC കമ്പനി ബോർഡ് അസിസ്റ്റന്റിനെ വിളിച്ചിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 382/2025 കാറ്റഗറി നമ്പർ 383/2025. അതായത് കേരളത്തിലുള്ള പ്രധാനപ്പെട്ട പലതരം കമ്പനികൾ, കമ്പനി എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ലിമിറ്റഡ് ആവാം, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി KSFE ആവാം, അല്ലെങ്കിൽ കെൽട്രോൺ ആവാം, അങ്ങനെ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആവാം. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പല കമ്പനികളിലും ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, ക്ലർക്ക് ഗ്രേഡ് 1, ടൈം കീപ്പർ ഗ്രേഡ് 2, സീനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് മുതലായ പോസ്റ്റുകളാണ് ഈ പല സ്ഥാപനങ്ങളിലുമായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ പല സ്ഥാപനങ്ങളിലും പല പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പല സാലറി സ്കെയിൽ ആയിരിക്കും വരുന്നത്. ഓക്കെ ആണല്ലോ, അതിനകത്ത് സംശയമൊന്നുമില്ല. അപ്പൊ നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ട് നമുക്ക് അലോട്ടഡ് ആയിട്ട് വരുന്നതായിരിക്കും ഈ പറയുന്ന പല കമ്പനികളിലേക്കുള്ള ജോലി. ആ പല കമ്പനികളിലും നമ്മൾ ഈ പറഞ്ഞ കൂട്ട് ചിലർക്ക് ജൂനിയർ അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും കയറുന്നത്, ചിലർക്ക് കാഷ്യർ ആയിട്ട് നമ്മൾ കയറും, ക്ലർക്ക് ഗ്രേഡ് 1 ആയിട്ട് കയറും. അപ്പൊ ക്ലർക്കായിട്ട് കയറുന്ന സമയത്ത് ഡിഗ്രി ലെവൽ, അതായത് അതേ ഒരു സാലറി സ്കെയിലോട് കൂടിയിട്ടായിരിക്കും. LD ക്ലർക്കിന്റെ സാലറി സ്കെയിൽ വരണോ നിർബന്ധമില്ല, നല്ലൊരു പോസ്റ്റ് ആയിട്ടായിരിക്കും അവിടെ കയറാൻ പോകുന്നത്. അതുപോലെ ഇത് കാറ്റഗറി നമ്പർ 382/2025. ഇനി 383/2025 KSRTC, കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SC/ST ലിമിറ്റഡ്, കേരള ആർട്ടിഷ്യൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, സിഡ്കോ കമ്പനികളൊക്കെ ഉണ്ടല്ലോ, ഈ കെമിക്കൽ കമ്പനികൾ, അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രിയൽ കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻസ്, അങ്ങനെ ഔഷധി പോലെയുള്ളിടത്ത്, അങ്ങനെ പല സ്ഥാപനങ്ങളിലുമായിട്ടാണ് ജൂനിയർ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2, LD ക്ലർക്ക്, ഫീൽഡ് അസിസ്റ്റന്റ്, ഡിപ്പോ അസിസ്റ്റന്റ്, അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ്, അങ്ങനെ പോകുന്നത്. അപ്പൊ ഓരോ സ്ഥാപനങ്ങളിലും ഈ പറഞ്ഞതുപോലെ ഓരോ സാലറി ആയിരിക്കും. അപ്പം നമ്മൾ ഇതിനെ പറ്റിയിട്ട് കോമൺ ആയിട്ടൊന്ന് പറഞ്ഞു. 2 കാറ്റഗറികളുണ്ട്. 2 കാറ്റഗറികളും അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക, 2 എണ്ണത്തിലും അപേക്ഷിക്കണം. ഇനി നമ്മുടെ വേക്കൻസി വരുന്നതനുസരിച്ചിട്ടായിരിക്കും ഫില്ല് ചെയ്യുന്നത്. കേരള PSC വിളിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ വേക്കൻസി കാണിക്കുന്ന ഒരു പോസ്റ്റ് ആണിത്. അതായത് മിക്ക പോസ്റ്റുകളും ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി കിട്ടുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനേക്കാളൊക്കെ മുന്നിലേക്ക് പോകുന്നത് 1000-ലധികം വേക്കൻസിയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പോസ്റ്റിലായിരിക്കും. ഇതിന് കൂടുതൽ തന്നെ നവംബർ മാസം, അതായത് നെക്സ്റ്റ് മന്തില് 15-ാം തീയതിയോട് കൂടിയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പിന്നെയും വിളിക്കാൻ പോവുകയാണ്. അപ്പം രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഏത് പഠിക്കണം എന്നുള്ളത്. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അനുസരിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലൊരു പോസ്റ്റും, കുറച്ചുകൂടെ നല്ലൊരു സാലറി സ്കെയിലൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ എല്ലാത്തിനും പൊതുവായിട്ട് നമുക്ക് പ്രിലിംസ് പാസ്സായേ പറ്റും. ഇനി വരാൻ പോകുന്ന SBCID നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ട്രിബ്യൂണൽ ഓഫീസറിന്റെ ഒരു പോസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ ഇപ്പൊ വന്നിട്ടുള്ള കമ്പനി ബോർഡ് കോർപ്പറേഷൻ അതുപോലെയുള്ള എക്സാംസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കോമൺ പ്രിലിംസ് വരുന്നുണ്ട്. സോ ആ പ്രിലിമിനറി ആദ്യം പാസ് ആകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കടമ്പ. പ്രിലിംസ് പാസ് ആവുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം വന്ന സെക്രട്ടറി അസിസ്റ്റന്റ് 49,000-ഓളം പേരായിരുന്നു പ്രിലിമിനറി പാസ്സായത്. ഈ 49,000-ഓളം പേര് പ്രിലിംസ് പാസ്സായതിനകത്ത് ഇനി മെയിൻ ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് എത്രത്തോളം ചുരുങ്ങുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം മിക്കവരും നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുന്നവരും, ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ചിലരൊക്കെ ഭാഗ്യത്തിന് കയറി പോകുന്നവരുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ടത്തെ പോലെ ഒരു 80% നന്നായിട്ട് പഠിച്ചവരാണ് പ്രിലിംസ് പാസ്സാവുന്നത്. അപ്പൊ പുതുതായിട്ട് വന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് തൊട്ട് തന്നെ ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വരാനൊന്നും നോക്കി നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രിലിമിനറി പഠിച്ചു തുടങ്ങാം. പ്രിലിംസ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല സ്ട്രാറ്റജി നമുക്ക് ആദ്യം ക്വസ്റ്റ്യന്റെ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയാസ് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലാതെ ഒന്നുമല്ല. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, 2022 മുതൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തൊട്ട് ഇങ്ങോട്ടുള്ള കമ്പനി ബോർഡ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ഒക്കെ തന്നെ ക്വസ്റ്റ്യൻസ് എടുക്കുക. ആ ക്വസ്റ്റ്യൻസ് വന്ന ഏരിയാസ് എടുക്കുക. PSC ഏറ്റവും കൂടുതൽ റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് എടുക്കുക. ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുക. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കുക. ഓക്കെ, അതിനുശേഷം മാത്രം
ബ്രോഡ് ആയിട്ടുള്ള പല കോച്ചിങ്ങിന് ചേർന്ന ആൾക്കാർ കാണും. ആ രീതിയിലേക്കൊക്കെ പഠിക്കുക. നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണ്ടത് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് PYQ മാക്സിമം സോൾവ് ചെയ്ത് റിലേറ്റഡ് ഫാക്ട്സും ആ ഏരിയയ്ക്കും കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. അപ്പം എത്രയും പെട്ടെന്ന് പ്രിലിംസ് പഠിച്ചു തുടങ്ങാം. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഇതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഏറ്റവും നല്ലൊരു അവസരം, അതായത് ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ആദ്യം നിങ്ങളുടെ മനസ്സിലൊന്ന് ഉറപ്പിക്കുക. പല സൈഡിലേക്ക് ഓടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഇല്ലാത്ത അവസ്ഥയായി പോകും. അതാണ് സത്യം. സോ നിങ്ങൾ ഏതാണോ നിങ്ങളുടെ താല്പര്യം അത് ഇന്ന് തൊട്ട് തന്നെ ഞാൻ ഇത് നേടിയെടുക്കും എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് മാനിഫെസ്റ്റേഷനോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം, എഴുതി വെക്കുകയോ ഒക്കെ ചെയ്യാം. ആ രീതിയിലൊക്കെ ഒന്ന് തയ്യാറെടുത്ത് തുടങ്ങാം. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.